ലോറി കണ്ടെത്താനുള്ള പ്രാർത്ഥനയായിരുന്നു അർജുന്റെ കേസിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലോറി അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ലോറിയുടെ അടുത്തേക്ക് പോലും എത്താനാകുന്നില്ല. ഒന്നെങ്കിൽ പ്രകൃതി ചതിക്കുന്നു, അല്ലെങ്കിൽ പ്രകൃതിയെ പോലെ മറ്റെന്തോ വിധി, അതല്ലാതെ ഒന്നും പറയാനില്ല. അർജുന്റെ കേസിൽ പരമാവധി എല്ലാ ഗവൺമെന്റും എല്ലാവരും പരമാവധി ശ്രമിച്ചു. ആർമിയും നേവിയും ഒക്കെ അവരെ കൊണ്ടാകുന്നത് പോലെ ശ്രമിച്ചു. എന്നിട്ടും അർജുനെ കണ്ടെത്താതെ മടങ്ങേണ്ടി വരുമെന്നുള്ള അവസ്ഥയാണ് ഓരോ ദിവസവും വരുന്നത്. അർജുന്റെ ലോറി കണ്ടെത്തി എന്നും ലോറിയുടെ മുൻവശത്ത് ജീവനുള്ള ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ള വാർത്തയായിരുന്നു നേരത്തെ വന്നത്. അതിനുശേഷമുള്ള വാർത്തകൾക്കായി കാത്തിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു ലോറിയും കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഇനി ജീവനുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ലോറി പുറത്തെടുക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതിനു പകരം ചെയ്യാനാകുന്നത് അർജുൻ ഉണ്ടോ എന്ന് നോക്കി അർജുനെ പുറത്തെടുക്കുക എന്നതാണ്. അതിനുശേഷം ലോറി എടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ്. എന്നാൽ അർജുനെയും ലഭിക്കുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ കാര്യം. അർജുന്റെ വാർത്തകൾക്കായി കാത്തിരിക്കുന്ന കുടുംബം തന്നെയാണ് പറയുന്നത്, അർജുന് വേണ്ടി ഞങ്ങൾ എന്നും കാത്തിരിക്കും. ഇവരെല്ലാവരും നിർത്തിപ്പോയാലും ഞങ്ങൾ അവിടെ വന്ന് അന്വേഷിക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ വേണമല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ വേണ്ട എന്ന് വെക്കാനാകില്ലല്ലോ. അത്രയേറെ വിഷമത്തിലൂടെയാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം കടന്നു പോകുന്നത്. അർജുന്റെ കുടുംബത്തിന് ആകുന്നത് പോലെ അവരും ശ്രമിക്കുന്നുണ്ട്. കാരണം അത്രമേൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ മകൻ തിരിച്ചു വരുമെന്നുള്ള പ്രാർത്ഥനയാണ് അർജുന്റെ അമ്മയ്ക്ക്. എന്റെ ചേട്ടൻ എന്റെ അടുത്ത് നിന്ന് എവിടെയും പോകില്ല എന്ന അർജുന്റെ ഭാര്യ. എല്ലാവരും കാത്തിരിക്കുന്നത് അർജുന് വേണ്ടി. അർജുൻ എന്നാൽ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അത്രമാത്രം വേദന തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും പകർന്നുകൊണ്ട് പോകുന്നത്. ദീർഘദൂര യാത്ര വാഹനങ്ങളിലെ ജോലിക്കാരുടെ വിശപ്പകറ്റാൻ ലക്ഷ്മണൻ നായകും കുടുംബവും ഇനിയില്ല എന്നുള്ള വാർത്ത രാവിലെ പുറത്തു വന്നിരുന്നു. അവസാനം ഫോള് കട്ട് ചെയ്യുമ്പോൾ പോലും ഞാൻ ലക്ഷ്മണന്റെ കടയുടെ ഫ്രണ്ടിൽ പോയി ഉറങ്ങുമെന്നും ഉറങ്ങിയിട്ടേ വരികയുള്ളൂ എന്നുമാണ് അപ്പോൾ തന്നെ പറഞ്ഞത്. ആ സമയം അർജുന്റെ വാക്കുകളിൽ നിന്ന് നല്ല സന്തോഷമുണ്ടായിരുന്നു. എപ്പോഴും ലക്ഷ്മണനെ കുറിച്ച് പറയാറുണ്ട്. 6 വീടുകളാണ് അവിടുത്തെ സ്ഫോടനത്തിൽ തകർന്നു പോയത്. 19 പേരെ കാണാതായി. ഇതിലൊരു സ്ത്രീയുടെ മൃതദേഹം കിട്ടി. പരിക്കേറ്റ 7 പേരും ആശുപത്രിയിലാണ്. വീടുകളിലെ പാത്രങ്ങളും ഉപകരണങ്ങളും തകർന്നു. ദേശീയപാതയിൽ നിന്നും പുഴയിലേക്ക് വീണ 2 പാചകവാതക ടാങ്കർ ലോറികളിൽ ഒന്ന് അത് മാത്രമാണ് 7 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയത്. രണ്ടാമത്തെ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെ കുറിച്ച് വിവരമില്ല. ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാകാമെന്നും സ്ഫോടനത്തിന് വെള്ളം ഉയർന്നതിന്റെ കാരണമായി പറയുന്നു. അപ്രതീക്ഷിതമായ ദാരുണ സംഭവം അരങ്ങേറിയത് ഇവിടെ വെച്ച് തന്നെയാണ്. ബൽഗാമിൽ നിന്ന് അക്വേഷ മരവുമായി നാട്ടിലേക്ക് വരുന്നതിനിടെ പതിവ് പോലെ വിശ്രമത്തിനായി അർജുൻ കടയ്ക്ക് സമീപം ലോറി നിർത്തി. ഇതിനുശേഷമാണ് ഇവിടെ ദുരിതം നടന്നത്. ദുരിതം തന്റെ പിന്നാലെ വരുന്നെന്ന പാവം അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വീടെത്തിയേനെ. അത്രമാത്രമാണ് വീട്ടിലെത്താൻ അർജുൻ കൊതിച്ചത്. അർജുന് വീട്ടിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ലോഡ് എത്തിച്ചിട്ട് കുഞ്ഞിനോടൊപ്പം ഭാര്യയോടൊപ്പം അമ്മയോടൊപ്പം സമയം ചിലവഴിക്കണം. ഇത് മാത്രമായിരുന്നു അർജുന്റെ ചിന്തയുണ്ടായിരുന്നത്. അത് മാത്രമായിരുന്നു അർജുൻ ആലോചിച്ചിരുന്നതും. അവസാനം ഇതുവരെ അർജുന് വീടെത്താനായിട്ടില്ല. അർജുൻ എങ്ങനെയെങ്കിലും വീടെത്തിയെങ്കിലും എന്ന് മാത്രം പ്രാർത്ഥിച്ചിരിക്കുകയാണ് അർജുന്റെ വീട്ടുകാർ. അവർക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ആകുന്നുള്ളൂ. ആ ഒരു സങ്കടത്തിലാണ് അവർ കഴിയുന്നത്. അർജുനെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ അർജുന്റെ കുടുംബം കഴിയുന്നത്. ഓരോ നിമിഷവും ന്യൂസ് ചാനൽ വെച്ച് മാറി മാറിയിരിക്കുകയാണ്. ആരായിരിക്കും അർജുനെ കിട്ടുന്ന വാർത്ത ആദ്യം പറയുന്നതെന്ന് കേൾക്കാൻ.